നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം, അതുപോലെ തന്നെ വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കുന്ന റോഡ്, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ. വിഴിഞ്ഞം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, മദർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടുള്ള ഹ്യൂജ് ഷിപ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. ഇനി വിഴിഞ്ഞം പോർട്ടിൻ്റെ സവിശേഷതകൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, കാരണം ഒത്തിരി വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞത്തെത്തുന്ന കപ്പലുകൾ, അങ്ങനെ പലതുമായിരിക്കും ഇനി ഭാവി വീഡിയോകളിൽ നമ്മുടെ ഒരു ഫോക്കസ് പോയിന്റും. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് പറയുന്നത് പോലെ തന്നെ ഇനി നമ്മുടെ മറ്റൊരു ഫോക്കസ് പോയിന്റായിട്ട് നമ്മുടെ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം ഇനി നമുക്ക് ഒരു ഫോക്കസ് പോയിന്റ് തന്നെയായിരിക്കും. ആ ഫോക്കസ് പോയിന്റിൽ ഊന്നിക്കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള വീഡിയോസും ഇനി കൊണ്ടുവരും. ഇനി പ്രധാനമായിട്ട് നമ്മുടെ വിഴിഞ്ഞത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഴിഞ്ഞത്ത് നിന്നും നമ്മുടെ നാഷണൽ ഹൈവേ കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്. സത്യം പറഞ്ഞാൽ ഈ റോഡിൻ്റെ ആ ഒരു നിർമ്മാണ പ്രവൃത്തികൾ വളരെ ഇഴഞ്ഞാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഒരു കമ്മീഷനിങ് ടൈമിൽ, കമ്മീഷൻ ആയില്ല, ഇപ്പോൾ ട്രയൽ റണ്ണാണ്. ഈ ട്രയൽ റണ്ണിൽ ഈ റോഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതുവഴിയും നമുക്ക് കണ്ടെയ്നർ ഷിപ്സ് മൂവ്മെൻറ്റ് നടത്താമായിരുന്നു, മറ്റൊരു ട്രയൽ നടത്താമായിരുന്നു. എങ്ങനെ നമ്മുടെ നാഷണൽ ഹൈവേ ബാധിക്കും, ആ ഒരു രീതിക്കൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴത് ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകണം. എത്രയും പെട്ടെന്ന് ഈ റോഡ് ഓപ്പൺ ആക്കണം. ഏകദേശം 1.7 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നിട്ട് ഈ പറയുന്ന നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ക്ലോവർ സിസ്റ്റത്തിലുള്ള ഒരു റോഡാണ്. ക്ലോവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 4 വളയങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ റോഡ് ഉണ്ടാക്കുന്ന ഒരു രീതി, ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. മറ്റ് പല ട്രംപറ്റ് മെത്തേഡ്, അങ്ങനെ പല വേറിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഇവിടെ പക്ഷേ അവലംബിക്കുന്നത് ക്ലോവർ മെത്തേഡായിരിക്കും. നമ്മുടെ ഹൈവേയിൽ അണ്ടർപാസിലൂടെ ആയിരിക്കും അപ്പർ സൈഡിലേക്ക് പോകുന്നത്. ഈ ഒരു ക്ലോവർ മെത്തേഡ് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും വരുന്നതും പോകുന്നതുമായിട്ടുള്ള വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള വളരെ മികച്ച ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഏകദേശം 20 ഏക്കറോളം ഭൂമി ഇതിന് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതും ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. നമുക്കൊരു ചെറിയ പീസ് ഓഫ് ലാൻഡ്, അതായത് ഒരു ഉദാഹരണത്തിന് 1 സെന്റ് ഭൂമിയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ റോഡുകളും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമുക്കിവിടെ ലഭ്യമായി. ആ പ്രോജക്റ്റിൽ ഊന്നിക്കൊണ്ട് മറ്റ് ഡെവലപ്മെൻറ്റും നമുക്കിതിലൂടെ സാധ്യമാക്കാൻ കഴിയണം. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നും ബാലരാമപുരത്തേക്കുള്ള ആ ഒരു റെയിൽവേ ലൈന്. ആ റെയിൽവേ ലൈനിൻ്റെ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും, അതായത് പ്രീ കൺസ്ട്രക്ഷൻ ഫേസിലുള്ള എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. ഈ ഒരു പാത വരുന്നത് നമ്മുടെ ബാലരാമപുരം മുക്കോല റോഡിന് അഡ്ജസൻ്റ് ആയിട്ടാണ്. അത് ഫുള്ളി അണ്ടർഗ്രൗണ്ട് ആണ്. അതായത് ഏകദേശം 90% മുകളിലുള്ള പാർട്ടും അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. ഏകദേശം 10.7 കിലോമീറ്ററിൽ 9.7 അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം എഗെയിൻ നമുക്ക് കണ്ടെയ്നർ മൂവ്മെൻറ്റ്സിന് നമുക്ക് സീയും ലാൻഡും റെയിലും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കണം. ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അത് പ്രാവർത്തികമാവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ സെക്റ്റും അവിടെ ഇൻടാക്റ്റ് ആയിരിക്കണം. നമ്മുടെ പോർട്ട് ഓൺസ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ റോഡ് മാക്സിമം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആവും, അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് ഓക്കെ ആവും. പക്ഷേ റെയിലിന് സമയമെടുക്കും. നമുക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പറയുന്ന റെയിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ അടിസ്ഥാന സൗകര്യം, വിഴിഞ്ഞവുമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഇവിടെ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പോർട്ടിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് പൂർണ്ണ രീതിയിൽ മുതലെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രിസ് കേരള.